മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. എല്ലാ പത്രങ്ങളിലും എല്ലാ ചാനലുകളിലും നിറഞ്ഞു നിൽക്കുന്ന പ്രതിഷേധത്തിൻ്റെയും അടിച്ച് തകർക്കലിൻ്റെയും നശിപ്പിക്കലിൻ്റെയും അതുപോലെ തന്നെ പൊതുമുതല് ഉന്മൂലനം ചെയ്യുന്നതിൻ്റെയുമെല്ലാം ചിത്രങ്ങൾ നമ്മളെല്ലാവരും നിരന്തരം കാണാറുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ട യുവാക്കൾ കോൺഗ്രസിലെ ആയാലും ഇടതുപക്ഷത്തിൻ്റെതായാലും വലതുപക്ഷത്തിൻ്റെതായാലും മധ്യപക്ഷത്തിൻ്റെതായാലും യുവാക്കൾ സമരം ചെയ്യുകയും മനുഷ്യരെയും സമ്പത്തിനെയും അനവധി വാഹനങ്ങളെയുമെല്ലാം നശിപ്പിക്കുകയുമെല്ലാം ചെയ്ത് പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ച നിരന്തരം കാണാറുണ്ട്. ഈ പ്രതിഷേധത്തിൻ്റെ ആവേശമെല്ലാം കഴിഞ്ഞ് അതിൽ ചിലരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുകയും അവിടെ നിന്ന് കുറേ പേരെ സ്വാധീനമുള്ളവരെയും സ്വാധീനമില്ലാത്തവരെയും ജയിലിൽ റിമാൻഡിലേക്ക് കൊണ്ടുവന്നിടുകയും എല്ലാം ചെയ്യുന്നു. അറസ്റ്റ് ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങൾ പത്രമാധ്യമങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷമുള്ളത് മാധ്യമങ്ങളിലൂടെ അറിയാൻ സാധിക്കില്ല. അതിനുശേഷമുള്ളത് എന്താണെന്ന് പോലും പലരും അന്വേഷിക്കാറുമില്ല. ആ യുവസംഘടനകളുടെ നേതാക്കന്മാരും ആ യുവസംഘടനകളുടെ ആധാരമായ വലിയ സംഘടനകളുടെ നേതാക്കന്മാരും അന്വേഷിക്കാറില്ല. പലപ്പോഴും ഫോണിൽ വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞാൽ പോലും പോലീസുകാർ കേൾക്കണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ റിമാൻഡിൽ വെച്ച് കഴിഞ്ഞാൽ അടുത്ത 2-3-4 ദിവസം ഹോളിഡേ ആയിരിക്കും. ആ ഹോളിഡേയിലൊന്നും ഇവർക്ക് ജാമ്യം കിട്ടില്ല. ജാമ്യം കിട്ടാൻ വേണ്ടി കുറേ അധികം പ്രൊസീജിയറുണ്ട്. അതിന് ആൾക്കാരെ വേണം. ആ ആൾക്കാർ ടാക്സ് അടയ്ക്കുന്നവരാവണം, സമൂഹത്തിൽ അറിയപ്പെടുന്നവരാവണം. അങ്ങനെയുള്ള 2-3-4 വ്യക്തികളുടെയോ 10-30,000 രൂപയുടെയോ ജാമ്യത്തിൽ മാത്രമേ പലപ്പോഴും പുറത്തിറങ്ങാൻ സാധിക്കുള്ളൂ. അതിനുശേഷം അതിനിടയ്ക്ക് ആ വ്യക്തിയുടെ ഭാര്യ, മക്കള്, അച്ഛൻ, അമ്മ, കുടുംബാംഗങ്ങള് ഇവരെല്ലാം അനുഭവിക്കുന്ന ടെൻഷൻ എത്ര ആയിരം രൂപയുടെ വേദനയ്ക്ക് തുല്യമാണ് എന്ന് പലപ്പോഴും സമരം ചെയ്യുന്നവരും പ്രതിഷേധത്തോടുകൂടി ഓരോന്നും ചെയ്തു കൂട്ടുന്നവരും ചിന്തിക്കാറില്ല. ഓർമ്മിക്കുക, നമ്മളുടെ എല്ലാവരുടെയും കുടുംബാംഗങ്ങൾക്ക് അതിലെ ഒരാൾ പോലീസ് സ്റ്റേഷനിൽ പോവുകയോ ജയിലിൽ പോവുകയോ അല്ലെങ്കിൽ റിമാൻഡിൽ അഴിക്കുള്ളിൽ കഴിയുകയോ എല്ലാം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ടെൻഷൻ എത്രയാണെന്ന് നോക്കാം. ഒരു മകൻ പോലീസ് സ്റ്റേഷനിൽ പോയി ജയിലിൽ പോയി 5 ദിവസത്തേക്കാണെങ്കിലും 5 മിനിറ്റ് നേരത്തേക്കാണെങ്കിലും ആ സമയത്തിൽ ആ വീട്ടുകാരനുഭവിക്കുന്ന വേദന, പോലീസ് സ്റ്റേഷനിൽ പോയവരെ ജാമ്യത്തിലെടുക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരനുഭവിക്കുന്ന വേദന, ജാമ്യത്തിലെടുക്കാൻ ആൾക്കാരെ കിട്ടാതെ വരുമ്പോൾ ഉണ്ടാവുന്ന വേദന, ഈ ദിവസങ്ങളിലെല്ലാം മകനെ, മകളെ, ഭർത്താവിനെ, ഭാര്യയെ, അച്ഛനെ, അമ്മയെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആൾക്കാര് മുമ്പോട്ട് വരുന്നവര് ചെയ്യുന്ന ആ തീവ്രമായിട്ടുള്ള പരിപാടിയുടെ വേദന, ഇതെല്ലാം ഒന്ന് ചിന്തിച്ചതിന് ശേഷമേ നശീകരണ പ്രവർത്തനത്തേക്കും നിയമം കയ്യിലെടുക്കാനും മുമ്പോട്ട് പോകാവൂ എന്ന് യുവാക്കളോട് ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു.
പലപ്പോഴും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒറ്റ മുണ്ടിൽ ബനിയൻ പോലും ഇടാൻ അനുവദിക്കാതെ ആ പോലീസ് സ്റ്റേഷന്റെ അഴിക്കുള്ളിൽ കിടക്കുമ്പോൾ സിനിമയിൽ കാണുന്ന മാതിരിയുള്ള ജീവിതമല്ല യഥാർത്ഥ പോലീസ് സ്റ്റേഷനിലെ അഴിക്കുള്ളിൽ കിടക്കുമ്പോൾ. സിനിമയില് വിജയും മോഹൻലാലും മമ്മൂട്ടിയും അവരെല്ലാം അഴിക്കുള്ളിൽ കിടക്കുമ്പോൾ അതിൽ അഭിനയിക്കാൻ വേണ്ടി കിടക്കുകയാണ്. യഥാർത്ഥത്തില് ഓരോ സമരവും വേണ്ടതിനും വേണ്ടാത്തതിനും ചെയ്തും അതിൽ പ്രതിഷേധിച്ചും അതിൽ പ്രതികരിച്ചും മുമ്പോട്ട് പോകുമ്പോൾ നിയമം കയ്യിലെടുത്ത് പലതും ചെയ്യുന്നവര് അടുത്ത ദിവസം മുതൽക്ക് ദുഃഖിക്കുന്ന കാഴ്ച വളരെ വളരെ പ്രകടമാണ്. ചില പാർട്ടികള് ജാമ്യത്തിനുള്ള പൈസ ഡൊണേഷനിലൂടെ പിരിച്ചുണ്ടാക്കി പോലീസ് സ്റ്റേഷനിലോ മറ്റു കാര്യങ്ങൾക്കോ കൊടുക്കും. മിക്കവാറും പാർട്ടികളൊന്നും തന്നെ അവരുടെ അണികൾ പോലീസ് സ്റ്റേഷനിൽ കയറിയാലോ അല്ലെങ്കിൽ റിമാൻഡിലായാലോ ജയിലിൽ പോയാലോ പിഴ ശിക്ഷ കൊടുക്കാൻ വിധി വരുമ്പോഴോ മറ്റ് പാർട്ടികൾ കൂടെ ഉണ്ടാവില്ല. അപ്പോ ഈ തെറ്റ് ചെയ്ത വ്യക്തി മാത്രം ഇത് അനുഭവിക്കേണ്ടി വരുന്നു. അവരുടെ കുടുംബാംഗങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന തീവ്രമായ വേദന അതൊരു വശത്ത്. പലപ്പോഴും പോലീസ് സ്റ്റേഷനിൽ കയറിയാൽ ആ പോലീസ് സ്റ്റേഷനിലെ SIക്കും സർക്കിളിനും പോലീസുകാർക്കും തന്നെ പലതരത്തിലുള്ള രാഷ്ട്രീയ ചിന്താധാരകൾ ഉണ്ടാവാം, പലതരത്തിലുള്ള രാഷ്ട്രീയ വീക്ഷണങ്ങൾ ഉണ്ടാവാം. ആ പോലീസുകാരുടെ രാഷ്ട്രീയ വീക്ഷണത്തിനെതിരായിട്ടുള്ള രാഷ്ട്രീയ വീക്ഷണവും വെച്ച് പുലർത്തിക്കൊണ്ടാണ് ചിലര് അറസ്റ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തി, അറസ്റ്റിന് വിധേയമാകുന്ന വ്യക്തി പോലീസുകാരുടെ രാഷ്ട്രീയത്തിനെതിരെയാണെങ്കിൽ ആ പോലീസ് സ്റ്റേഷനിൽ രാത്രിയും പകലും എന്താണ് നടക്കുന്നത് എന്ന് പോലും ചിന്തിക്കാൻ സാധിക്കില്ല. മാത്രമല്ല, അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് ഭക്ഷണം കൊടുക്കണമെന്ന നിയമമുണ്ട് എന്നല്ലാതെ ആര് പൈസ ചെലവാക്കി ഭക്ഷണം കൊടുക്കണമെന്നില്ല. ആ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർക്ക് കിട്ടുന്ന പൈസ അതുകൊണ്ട് വേണം അറസ്റ്റ് ചെയ്യപ്പെട്ടവന് ഭക്ഷണം കൊടുക്കാൻ എന്നുകൂടി ഓർമ്മിക്കുക. ആ പോലീസുകാർക്ക് പൈസ കിട്ടിയില്ലെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ സൗകര്യമില്ല, അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് ഭക്ഷണം കൊടുക്കാൻ സൗകര്യമില്ല എങ്കിൽ അതിനകത്ത് നരകയാതന രാവും പകലും അനുഭവിക്കണം. മാത്രമല്ല, വീട്ടിൽ സുഖമായിട്ട് ഡൺലപ്പ് ബെഡില് ഫാനിന്റെ ചുവട്ടിൽ കിടന്ന് ശീലിച്ച വ്യക്തികൾ 1, 2, 3 ദിവസം പോലീസ് സ്റ്റേഷനിൽ കിടക്കുമ്പോൾ ചിന്തിക്കുക അവിടുത്തെ നരകയാതന എത്രയാണെന്ന്. സമരത്തിന് ആഹ്വാനം ചെയ്ത നേതാക്കന്മാരും സമരത്തിന് മുദ്രാവാക്യം വിളിച്ചു തന്നവരും ഒന്നും ചിലപ്പോൾ പോലീസ് സ്റ്റേഷനിലും ജയിലിലും ഉണ്ടാവില്ല. ഇങ്ങനെ ചെയ്തു കൂട്ടുന്ന പലതും രാഷ്ട്രത്തിനും ധർമ്മത്തിനും വേണ്ടിയാണെന്നുള്ള ധാരണ ഉണ്ടാക്കേണ്ടത് നേതാക്കന്മാരുടെ ആവശ്യമാണ്. പക്ഷേ അണികൾ ഇടതും വലതും നോക്കാതെ ഓരോന്നിലേക്ക് എടുത്ത് ചാടി അവനവന്റെ ജീവിതവും കുടുംബാംഗങ്ങളുടെ ജീവിതവും ദുസ്സഹമാക്കുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ ഓർമ്മിക്കുക. 2 ദിവസം മുമ്പുള്ള പത്രത്തില് ഒരു വാർത്തയുണ്ടായിരുന്നു, ജയിലുകളിൽ തീരെ സ്ഥലമില്ല എന്ന്. ജയിലുകളിൽ സ്ഥലമില്ല എന്നുള്ളതിന്റെ അർത്ഥം ജയിൽ മുറികൾക്കകത്ത് പശുവിനെയും പോത്തിനെയും കാളയെയും ആടുകളെയും നിറച്ചിട്ടല്ല സ്ഥലമില്ലാതെയായത്, മനുഷ്യനെ നിറച്ചിട്ട് തന്നെയാ സ്ഥലമില്ലാതെയായത്. കുറ്റവാളികളെ അല്ലെങ്കിൽ കുറ്റം തെളിയിക്കപ്പെടുന്നത് വരെ കുറ്റവാളികളാണെന്ന് ആരോപിക്കപ്പെട്ടവരെ, അറസ്റ്റ് ചെയ്യപ്പെട്ടവരെ, റിമാൻഡ് ചെയ്യപ്പെട്ടവരെ എല്ലാം നിറച്ച് ശരിക്ക് അവഹേളനാത്മകമായ അവജ്ഞതയോടുകൂടിയ ദൃഷ്ടിയോടുകൂടി സമൂഹവും പോലീസുകാരും കാണുമ്പോൾ ഇവരുടെ എല്ലാവരുടെയും മുമ്പില് ആവേശം കൊണ്ട് ചെയ്ത തെറ്റിന് ഓച്ചാനിച്ച് നിന്ന് അവർ തല്ലിയാൽ അതും കൊണ്ട് ശരീരത്തിന്റെ പുറത്ത് മുറിവുണ്ടാവുന്ന ഒരു തരത്തിലുള്ള ശിക്ഷയും പാടില്ല എന്നാണ് നിയമം. അപ്പൊ ശരീരത്തിനകത്തെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അനുഭവിച്ചേ തീരൂ. ഇങ്ങനെയെല്ലാമുള്ള നരകയാതന അനുഭവിക്കേണ്ടി വരും എന്നറിഞ്ഞുകൊണ്ട് മാത്രമേ പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും
അല്ലെങ്കിൽ പ്രകടിപ്പിക്കാനും പ്രകടനാത്മകമായി ഇറങ്ങി പലതും നശിപ്പിക്കാനും ഇറങ്ങാവൂ. ഒരു കാര്യം ഇന്നലെ മറൈൻ ഡ്രൈവിൽ കണ്ടു. അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ചുംബനത്തിനെതിരെയും അനുകൂലിച്ചുമെല്ലാം നടക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കുറേ ബസ്സുകളും കാറുകളൊക്കെ പോകുന്നത് കണ്ടു. ആരും ബസ്സും കാറും അടിച്ചുടച്ചതായിട്ട് കണ്ടില്ല. അത് അല്പമെങ്കിലും വിവേകം വന്നു എന്നൊരു തോന്നലുണ്ടാക്കി. പക്ഷേ ചുംബനത്തെ അനുകൂലിച്ചവരും എതിർത്തവരുമെല്ലാം ചുംബനത്തെയാണോ അനുകൂലിച്ചത്, ചുംബനത്തെയാണോ എതിർത്തത്, അല്ലെങ്കിൽ അതിൽ അനുകൂലിച്ചവരെയാണോ എതിർത്തത്, എതിർത്തവരെയാണോ അനുകൂലിച്ചത്? എന്തെല്ലാം സംഭവിച്ചാലും ഒരു കാര്യം ഉറപ്പാണ്, സദാചാര പോലീസ് ചമയുന്നവരും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് മുറവിളി കൂട്ടുന്നവരും അവരോ അതെല്ലാം കണ്ട് രസിക്കാൻ വന്നവരും എല്ലാവരും ഇതൊന്നും ജീവിതത്തിൽ അത്ര സീരിയസ് ആയിട്ട് എടുത്തവരല്ല. ഇതെല്ലാം ഞാനോ വലുത് നീയോ വലുത് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം പടച്ചു വച്ചിരിക്കുന്ന ചില പ്രതിഷേധങ്ങളായിരുന്നു. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ആർക്ക് എന്തെല്ലാം സ്വാതന്ത്ര്യം ഭാരതം അനുവദിക്കുന്നു എങ്കിലും ഡ്രസ് ഇടാതെ റോട്ടിൽ കൂടെ നടക്കാനോ രാത്രി കടപ്പറയിൽ നടത്തുന്ന കാര്യങ്ങളെല്ലാം റോട്ടിലൂടെ നടത്താനോ ഉള്ള സ്വാതന്ത്ര്യമൊന്നും ഭാരതം എന്നല്ല ലോകത്തിലെ ഒരു രാജ്യവും ആർക്കും അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പബ്ലിക്കായിട്ട് വന്ന് ചുംബിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തുന്ന എന്ന വൃത്തികെട്ട സ്വഭാവം സ്വാതന്ത്ര്യത്തിന്റെ പേരില് നടത്താൻ ഉരുമ്പെട്ട പുരോഗമന യുവ സംഘടനകളും നിങ്ങൾ ചെയ്യുന്ന തിന്മകളെ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞിറങ്ങിയവരും നിയമം കയ്യിലെടുക്കുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ ഈ നാട്ടിൽ നിയമമുണ്ടെങ്കിൽ, അതിന് കുറവുകളുണ്ടെങ്കിൽ, അതിന് പരിമിതികളുണ്ടെങ്കിൽ ആ നിയമം ഞങ്ങൾ നടപ്പാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടാൽ പലപ്പോഴും പല സിനിമകളിലും കാണുന്ന അവസ്ഥയായിരിക്കും ഉണ്ടായിരിക്കുക. അതൊക്കെ സിനിമാ കഥകൾക്ക് നല്ലതാണ്, അല്ലെങ്കിൽ നാടകത്തിന് നല്ലതാണ്, അല്ലെങ്കിൽ പ്രസംഗിക്കാനോ ജാഥ നടത്താനോ എല്ലാം നല്ലതാണ്. പക്ഷേ നിയമം കയ്യിലെടുക്കുന്നവർ ഓർമ്മിക്കുക, അകത്ത് ചെന്ന് കഴിഞ്ഞാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ എന്താ സംഭവിച്ചതെന്ന് പത്രവാർത്തകൾ വരില്ല. ആവേശത്തിന്റെ പരമകാഷ്ഠയില് ഒരു വലിയ ഗ്രൂപ്പൊക്കെ പോലീസ് സ്റ്റേഷനിലും ജയിലിലും വരുമ്പോൾ കുറച്ച് ദിവസത്തേക്കൊക്കെ സുഖമാണ്. പക്ഷെ കഴിവുള്ളവരെല്ലാം അവനവന്റെ ആൾക്കാരെ പുറകിലേക്ക് വലിച്ച് അവസാനം ജയിലിലും പോലീസ് സ്റ്റേഷനിലും 2, 3, 4 നാഥനില്ലാത്തവർ മാത്രം കഴിയുമ്പോൾ അപ്പോഴാണ് ചെയ്തതിന്റെ വേദന അറിയുക. ആര് ചുംബിച്ചാലും ആര് ചുംബിച്ചില്ലെങ്കിലും ആര് പ്രതിഷേധിച്ചാലും പ്രതിഷേധിച്ചില്ലെങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ അരമണിക്കൂറോ 1 മണിക്കൂറോ കൊണ്ട് പല സ്ഥലത്തും നടക്കും. അതെല്ലാം നടന്നതുപോലെ ഇല്ലാതെയാവും. ഇതിലാരും രക്തസാക്ഷികളാവാനും പോകുന്നില്ല. രക്തസാക്ഷികളാവാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരുടെ വീട്ടുകാർക്കും അവനവനും തന്നെയാണ് നഷ്ടമെന്ന് തിരിച്ചറിയാനുള്ള ഒരു അവബോധം ഉണ്ടാവട്ടെ. ജയലളിതയെ ജയിലിൽ അടച്ചപ്പോ 9 പേര് ആത്മാഹൂതി ചെയ്തു അത്രേ. ജയലളിത ജാമ്യവും കൊണ്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അവര് ഭരിച്ചുകൊണ്ടുമിരിക്കും, അവര് 100 കോടി രൂപ പിഴയും അടയ്ക്കും. പക്ഷെ ഈ 9 വീട്ടുകാർക്ക് പോയത് പോയി. ഓർമ്മിക്കാം, ആ മരിച്ച വ്യക്തിയുടെ ഭാര്യ, മക്കള്, അച്ഛൻ, അമ്മ അവരനുഭവിക്കുന്ന വേദന അതാര് നികത്തും? ജയലളിത 5 ലക്ഷമോ 2 ലക്ഷമോ കൊടുത്തു കാണും, പക്ഷെ ആ വ്യക്തിയെ തിരിച്ചു കൊടുക്കാൻ സാധിക്കില്ലല്ലോ. അതേപോലെ വേണ്ടതിനും വേണ്ടാത്തതിനും പ്രതിഷേധത്തിൽ ഇറങ്ങി അതുപോലെയുള്ള ജാഥയോ മാർച്ചോ എന്തു വേണമെങ്കിലും നടത്തുക. പക്ഷേ നിയമം കയ്യിലെടുത്ത് നിയമത്തിനെതിരെ പ്രവർത്തിച്ചാൽ ഏത് വലിയ വ്യക്തിയും ഏത് ചെറിയ വ്യക്തിക്കും ചിലപ്പോൾ ആ നിയമ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ച് യുവാക്കളെ, ഏത് യുവസംഘടനയിലുള്ളവര് ഓർമ്മിക്കുക, നിങ്ങൾ വിചാരിച്ചാൽ സദാചാരം ഉണ്ടാക്കാൻ സാധിക്കില്ല. സദാചാരം ഉണ്ടാക്കാൻ ഭാരതത്തിലൊരു നിയമമുണ്ട്. പ്രതിഷേധിക്കാനും ജാഥ നടത്താനും എല്ലാത്തിനും അവകാശമുള്ള ഒരു രാഷ്ട്രത്തില് നിയമം കയ്യിലെടുക്കാൻ അവകാശമില്ല എന്നുള്ളത് അടിവരയിട്ട് ഓർമ്മിപ്പിച്ചുകൊണ്ട് യുവാക്കൾ ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കുമെന്ന് കുറച്ച് വിശ്വസിച്ചുകൊണ്ട് നേതാക്കന്മാര്
അവരുടെ കസേരക്കിളക്കം വരുന്ന യാതൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് യുവാക്കളുടെ നേതാക്കന്മാരായാലും ആവേശം കൊടുത്ത് അണികളെ മുമ്പിലേക്ക് തള്ളിയിട്ട് ഡൽഹിയിൽ ഒരു മൃഗശാലയിൽ ഒരു പുലിയുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയി വഴുതി വീണ ആ പുലിയുടെ മുമ്പിൽ ചെന്ന് വീണ ആ ചെറുപ്പക്കാരന്റെ അവസ്ഥ എല്ലാവരും നോക്കി നിൽക്കുക ചെയ്തത്. പക്ഷെ അവസാനം ആ പുലി അയാളെ കടിച്ചു കൊണ്ടുപോകുന്നൊരു കാഴ്ച. ഇതിന്റെ മറ്റൊരു രൂപമാണ് നിയമം കയ്യിലെടുക്കുന്നവർക്ക് പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ സംഭവിക്കുന്നതെന്ന് ഓർമ്മിക്കാൻ ഈശ്വരൻ നിങ്ങളെ പ്രചോദിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രണാമം, നമസ്കാരം.